ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട CB ഷൈനാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വണ്ടി തള്ളണ സമയത്ത് ഒരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. ആക്സിലേറ്റർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്ററൊക്കെ കുറയ്ക്കുന്ന സമയത്ത് ഓഫായി പോകുന്നുണ്ട്. പിന്നെ എൻജിൻ ഹീറ്റിങ്, ബാക്ക് ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ചെക്കപ്പാണ്, വണ്ടി സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈനറൊന്നും അല്ല നമ്മൾ കിടക്കണേ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ അത് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഈ ലൈനറുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറിജിനൽ ലൈനർ ഇടാതിരുന്നാലുള്ള കുഴപ്പമില്ല. ഈ ലൈനറൊക്കെ ഉരയണ സമയത്ത് പൊടി കൂടുതലായിരിക്കും. അതായത് വളരെ താരതമ്യേന കുറഞ്ഞ മെറ്റീരിയലാണ് അതിൻ്റെ ലൈനറായിട്ട് വരാം. അപ്പോൾ അത് ഹബ്ബ് തമ്മിൽ ഉരയണ സമയത്ത് അതിൻ്റെ പൊടി കൂടുതലായിട്ട് വരും. അതതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഒരച്ചിൽ സൗണ്ട് കാണിച്ചായിരുന്നാണ് മെയിനായിട്ട് ആ ബ്രേക്കുമായി റിലേറ്റഡായിട്ട് വന്ന കംപ്ലയിൻറ്റ്. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. പിന്നീട് നമുക്കത് മാറ്റിയിടുന്ന സമയത്ത് ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാം, കമ്പനി പാർട്സ് ഇടാം. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടേമ്പോൾ റെഡി ആയിക്കോളും. പരമാവധി നമ്മളിപ്പോൾ എന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചേക്കാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. യൂസ് ചെയ്യുക, അടുത്ത് തന്നെ നമുക്ക് മാറ്റിക്കളയാം. പിന്നെ അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യമുണ്ട്, നല്ല ടയറാണ്. ചെയിൻ സ്പോക്കറ്റ് ആയാലും നല്ല രീതിയിൽ തന്നെ ലൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നുള്ളൂ. ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററി ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകണ്ട. എക്സൈൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ 17.77 ആ റേഞ്ചിലാണ് എൻ്റെ വോൾട്ട് കാണിക്കണം. ഇപ്പോൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബാറ്ററി വേറെ ഡാമേജോ കാര്യങ്ങളോ നിലവിലില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ലീക്കേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹെഡ് കവറിൻ്റെ ഈ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്. അപ്പോൾ ഓൾറെഡി അത് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതഴിച്ച് കൈയോടെ അത് ആ ഗ്യാസ്കറ്റ് ചേഞ്ച് ചെയ്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാരണം അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ ഓയിൽ ലീക്കായിട്ട് ആ ഹെഡ് മേന്ന് താഴേക്ക് ഒഴുകാനായിട്ട് തോന്നും. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ലൈറ്റിൻ്റെ ബൾബ്, അതായത് നമുക്ക് ഡിസ്പ്ലേ തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബൾബ് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് അതിൻ്റെ പോയിൻ്റ് പോയേക്കാണ്. അപ്പോൾ അത് ഒരു സൈഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിടുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിലവിൽ ഡിസ്കിൻ്റെ വർക്കിങ്ങൊക്കെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. നമുക്കതിൻ്റെ ഈ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് തുരുമ്പിട്ട് ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ ഒരു പൊസിഷനിലേക്കുള്ള അതിന് മൂവ്മെൻറ്റ് വരില്ല. അതുകൊണ്ടാണ് ആ ടൈറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാം. ബ്രാക്കറ്റ് ബൂട്ട് നമുക്കായിട്ട് റബ്ബർ ബൂട്ട് തന്നെ ഉണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നത് വരും കേട്ടോ. പിന്നെ അതേപോലെ ബ്രേക്ക് പാഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടോ ഉപയോഗിക്കാം. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട്, നല്ല ടയറാണ്, പുതിയ ടയർ കിടക്കണം. പിന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ അവിടെ ഓയിൽ സ്റ്റിക്കിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അവിടെയും ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. ആ ഗ്യാസ്കറ്റ് അതിൻ്റെ ഓറിങ് കംപ്ലൈൻ്റ് ആയിക്കണം. ഇത് ലെവൽ കാര്യങ്ങൾ എഞ്ചിൻ ഓയിൽ കുറവ് കാണുന്നില്ല. പക്ഷേ അത്യാവശ്യം കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഏകദേശം 3000 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അനുസരണം പിന്നെ ആ ഓയിൽ ഉപയോഗിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഒരു നല്ല പീരീഡ് എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററാണ് എഞ്ചിൻ ഓയിലിൻ്റെ ഒരു നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാം. 100% നമുക്ക് അതിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര കിലോമീറ്റർ ഓടിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണം നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ കാർബറേറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ വണ്ടി ആക്സിലേറ്ററൊക്കെ കുറയ്ക്കുന്ന സമയത്ത് ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. നമുക്കിപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഈ പ്ലഗും കൂടി മാറ്റിയിടണം കേട്ടോ. കാരണം അപ്പോഴാണ് ആ സെക്ഷൻ കറക്റ്റ് ആവുള്ളൂ. കാരണം എയർ ഫിൽറ്ററിൽ എയർ വലിച്ച് കാർബറേറ്ററിൽ പെട്രോൾ മിക്സ് ക്രിയേറ്റ് ചെയ്ത് എഞ്ചിൻ ഹെഡിൽ വന്ന് കത്തിക്കുക. അതാണ് ശരിക്കും ആ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റാം. കൂട്ടത്തിൽ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ സെക്ഷനാണ് കറക്റ്റായി പോയിക്കോളും. കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നതിൻ്റെ കംപ്ലയിൻറ്റ്. ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജെറ്റൊന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ട് ഉള്ളൂ. പിന്നെ അപ്പോൾ അതിൻ്റെ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. എത്ര കോസ്റ്റ് കാര്യങ്ങളൊക്കെ എത്ര വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. കംപ്ലീറ്റ് ആവുന്നതിൻ്റെ അനുസരിച്ച് വിളിക്കാം. അപ്പോൾ വാട്സപ്പിലൊന്ന് ചെക്ക് ചെയ്തേക്കാം. എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. ഓക്കെ.